സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രണയം അത് വിവാഹത്തിലെത്തുമെന്ന് കരുതിയെങ്കിലും അവിടെ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹലോ, സുപ്രീം കോടതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിധിയെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് മനുഷ്യത്വം നിലച്ചിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു വിധിയെക്കുറിച്ച് നമുക്കിന്നൊന്ന് സംസാരിച്ചാലോ? സംഭവം മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി കണ്ട് യുവതിയും യുവാവും തമ്മിൽ പ്രണയത്തിലായി. അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകിയെങ്കിലും വിവാഹം നീണ്ടുപോയതിൽ യുവതിക്ക് ചെറിയൊരു മാനസിക സംഘർഷം രൂപപ്പെടുകയും അതിനോടനുബന്ധിച്ച് കേസ് ഫയൽ ചെയ്യുകയും ഏകദേശം 10 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു ഈ പറയുന്ന യുവാവ്. എന്നാൽ ഇവിടെ ഞെട്ടിച്ചത് മറ്റൊരു കാര്യമാണ്. രേഖകൾ മാത്രം നോക്കി ഒരു വിധി പറയുന്നതിന് പകരം ഇവിടെ കോടതി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെയും അതുപോലെ തന്നെ രണ്ടുപേരുടെയും ഫാമിലിയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കുകയും ഒടുവിൽ 2025 ജൂലൈയിൽ അവരുടെ വിവാഹം നടത്തുകയും ചെയ്തു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 142 പ്രത്യേക അധികാര പ്രകാരം ഈ പറയുന്ന യുവാവിന്റെ ശിക്ഷാ നടപടികളെല്ലാം റദ്ദാക്കി. ഇത്തരത്തിലൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് തികച്ചും യാദൃശ്ചികവും പിന്നെ അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും പ്രചോദനമായ ഒന്നുമാണല്ലോ. ഇത്തരത്തിലൊരു ആക്ടിവിറ്റിയെ കോടതി വിളിച്ചത് 6th സെൻസ് എന്നാണ്. മാത്രമല്ല, ക്രിമിനൽ ഒഫൻസ് ആയി മാറിയിരുന്ന ഒരു കാര്യത്തെ നിശ്ചിത സമയം കൊണ്ട് തന്നെ കോടതിയുടെ ഇടപെടൽ കാരണം അതൊരു കുടുംബത്തെ രക്ഷിക്കുന്നതിന് തന്നെ തുല്യമാവുകയല്ലേ ഉണ്ടായത്. സത്യത്തിൽ തകർന്നുപോയ ജീവിതങ്ങളെ കൂട്ടിച്ചേർക്കാനും കോടതിക്ക് കഴിയും എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എനിവേ, കൂൾ ഗുരു, ശുക്രിയ.